നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടക്കുന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ വമ്പന്മാരായ പോർച്ചുഗൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ അയർലൻഡാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:15 പോർച്ചുഗലിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. കഴിഞ്ഞ മത്സരത്തിൽ ക്രൊയേഷ്യയോട് പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പോർച്ചുഗൽ ഈ മത്സരത്തിന് വരുന്നത്. ഇന്നത്തെ മത്സരത്തിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കും തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പോർച്ചുഗൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ജനറേഷൻ ആയിക്കൊണ്ട് ഈ ജനറേഷന് വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ സൂപ്പർ താരം ബ്രൂണോ ഫെർണാണ്ടസ് അത് നിഷേധിച്ചിട്ടുണ്ട്. 2016 മുതൽ 2019 വരെയുള്ള ജനറേഷനാണ് ഏറ്റവും മികച്ചതെന്നും അവർ കിരീടങ്ങൾ നേടിയിട്ടുണ്ട് എന്നുമാണ് ബ്രൂണോ പറഞ്ഞിട്ടുള്ളത്. കിരീടം നേടാൻ ശേഷിയുള്ള 2 ടീമുകൾ പോർച്ചുഗലിൽ ഉണ്ടെന്ന് ഈയിടെ ഹൊസെ മൊറീഞ്ഞോ പറഞ്ഞിരുന്നു. അതിനോടുള്ള പ്രതികരണവും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രൂണോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇപ്പോഴത്തെ ടീമാണ് ബെസ്റ്റ് ജനറേഷൻ എന്ന് പറയാൻ കഴിയില്ല. നിലവിൽ ബെസ്റ്റ് ജനറേഷൻ എന്നത് കിരീടങ്ങൾ നേടിയവരാണ്. 2016 മുതൽ 2019 വരെയുള്ള ആ ഒരു പോർച്ചുഗീസ് ടീമാണ് ബെസ്റ്റ് ജനറേഷൻ. ഞങ്ങൾക്ക് ബെസ്റ്റ് ജനറേഷനായി മാറണമെങ്കിൽ തീർച്ചയായും ഇത്തവണത്തെ യൂറോ കപ്പ് കിരീടം ഞങ്ങൾ സ്വന്തമാക്കേണ്ടതുണ്ട്. ഞങ്ങൾക്കൊരു സെക്കൻഡ് ടീം ഉണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഞങ്ങൾ ഒരു ടീം മാത്രമാണ്. ഞങ്ങളുടെ എല്ലാ താരങ്ങൾക്കും 11-ൽ ഇടം നേടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എല്ലാ പൊസിഷനുകളിലും ഒരുപാട് ക്വാളിറ്റിയുള്ള താരങ്ങളുണ്ട്. പല ടീമുകളിലും ഒരു താരത്തെ നഷ്ടമായി കഴിഞ്ഞാൽ ടീമിന്റെ ശക്തി കുറയുകയാണ് ചെയ്യുക. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. കാരണം എല്ലാവരും മികച്ച താരങ്ങളാണ്. വ്യക്തിഗത ലെവലിലും ടീം എന്ന നിലയിലും ഞങ്ങൾ വളരെയധികം കരുത്തരാണ്. കടലാസിൽ ഞങ്ങൾ ഫേവറേറ്റുകളാണ്. സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ഈ കിരീടത്തിന് വേണ്ടി ഞങ്ങൾ പോരടിക്കേണ്ടതുണ്ട്. ഇതാണ് ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മികച്ച പ്രകടനമാണ് ഇപ്പോൾ പോർച്ചുഗൽ റോബർട്ടോ മാർട്ടിനസിന് കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ പരാജയം രുചിക്കേണ്ടി വന്നു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമാണ്. യൂറോ കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക്, തുർക്കി, ജോർജിയ എന്നിവരാണ് പോർച്ചുഗലിന്റെ എതിരാളികളായി കൊണ്ടുവരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.